സമൃദ്ധിയുടെ പര്യായമായ ഓണം നാളുകളെ സമ്പന്നമാക്കിക്കൊണ്ട് പൊന്നോണ നിറവിൽ തിരുവല്ലാമല നിവാസികൾക്ക് സമ്മാനമായി 2 പുതിയ സംരംഭങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. സമൃദ്ധിയുടെ പര്യായമായ ഓണം നാളുകളെ സമ്പന്നമാക്കിക്കൊണ്ട് പൊന്നോണ നിറവിൽ തിരുവല്ലാമല നിവാസികൾക്ക് സമ്മാനമായി 2 പുതിയ സംരംഭങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പുനർജനി ഗാർഡൻ സ്കൂൾ ഗേറ്റിന് സമീപമാണ് സംരംഭങ്ങൾ. സഞ്ജീവനി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം പ്രൌഢമായ സദസ്സിനെ സാക്ഷിയാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. നമ്മുടെ നാട്ടുപുറത്ത് ഇതുപോലെ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കേരള ഗവൺമെൻറ് ഇതുപോലെ വ്യവസായങ്ങളെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ എവിടുന്ന് എന്തെല്ലാം ബാങ്കുമായിട്ടുള്ള സേവനങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കാനും സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഗ്രാമപഞ്ചായത്തിലും അവർ ഇന്ത്യന്മാരെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവരോട് ചോദിക്കുകയായിരുന്നു, അവരതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെയല്ല, നമുക്ക് ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഇടയ്ക്ക് ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ വ്യവസായം അതുപോലെ സംരംഭങ്ങളൊക്കെ മുൻപന്തിയിലാണ് ഉള്ളത്. കോംപ്ലക്സിലെ തന്നെ ടാറ്റ ഇൻഡിക്ക ATMന്റെയും ഈ മിത്രം ജനസേവാ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം KP ഉമാശങ്കർ ടാറ്റ ഇന്ത്യ ക്യാഷ് ATMന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇലക്ട്രിക് വെഹിക്കിള് ഉണ്ടാവുമോ, ഇവിടെ ഒന്ന് ചാർജ് ചെയ്യുമോ എന്നുള്ള ആശങ്ക ആളുകൾക്കുള്ളതാണ്. ഇപ്പോൾ ദിവസത്തിൽ 5, 6, 7 വാഹനങ്ങൾ ഈ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതി ഉണ്ട്. ചിലപ്പോൾ ഇന്ത്യയിൽ ഈ കേരളത്തിൽ മാത്രമാണ് എല്ലാ മുക്കിലും മൂലയിലും ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഒരു സംസ്ഥാനം. 1-2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാം ലഭ്യമാകുന്നു എന്നതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ വികസന മാതൃക വലിയ സാമ്പത്തിക രാജ്യങ്ങൾക്കൊപ്പം കട പിടിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഒരിക്കലും ഈ പ്രദേശത്തെ പണ്ട് ഇതൊരു 1076 ഏക്കർ സ്ഥലം, ഒരു പുനർജനി എന്നുള്ള ഒരു സ്ഥലം, ഇത് മൊത്തം തൊട്ടപ്പുറത്ത് 113 ഏക്കർ ഭൂവിസ്തൃതിയുള്ള അപ്പേക്കാട് എന്നൊരു പ്രദേശം. ആ കാടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് മാറി ഒരു സിറ്റി ആയി മാറുന്നു എന്ന തരത്തിലേക്ക് എല്ലാം നമ്മുടെയൊക്കെ തന്നെ 5 മിനിറ്റ് കൊണ്ട് ഓടിയാൽ എത്തിയാൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയനാണ് ഈ മിത്രം ജനസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തിരുവല്ലാമല 9ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ മുഖ്യാതിഥിയായി. മാനേജിംഗ് ഡയറക്ടർമാരായ ജയന്തി MV, ജയശീലൻ KR, സീന ജയശീലൻ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ലിജിൻ ഫ്രാൻസിസ്, ഷബീർ ഹുസൈൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിരവധി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങുകളിൽ പങ്കെടുത്തു. എല്ലാവർക്കും നമ്മുടെ പ്രദേശത്ത് തന്നെ ഇങ്ങനെയുള്ള സേവനങ്ങൾ കിട്ടിയാൽ വലിയ കാര്യമാണ്. ബസ് കയറി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സേവന കേന്ദ്രം ATM കൂടി വന്നു. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നൊരു സംവിധാനം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാർ നമ്മൾ ഈ ഇന്ത്യകളായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ആൾക്കാരും ഇതിന് മനസ്സിലാക്കി ഓരോ സംരംഭം തുടങ്ങി നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, 1 ലക്ഷം തൊഴിൽ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അതിലേക്ക് എല്ലാവരും ഇതിലേക്ക് എത്തട്ടെ എന്നും, പിന്നെ ഈ ഒരു വാർഡിൽ എൻ്റെ വാർഡിലായിട്ട് വന്നതുകൊണ്ട് അതിനെ ഇവിടെ ഏറ്റവും നല്ല വിജയമായി തീരട്ടെയെന്നും ATM കൂടി വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞു. എന്നാലും അതും വർക്ക് ചെയ്യട്ടെ, മറ്റു പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്യട്ടെ, ഇതുപോലെ പ്രതിഫലിച്ച് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇനി പ്രവർത്തിച്ച ഇങ്ങനൊരു
സംരംഭം ഇവിടെ തുടങ്ങിയാൽ വിജയിക്കും എന്ന് വിചാരിച്ചിറങ്ങിയ ആ വ്യക്തികളുടെ പല വ്യക്തികളൊക്കെ എൻ്റെ എല്ലാവിധ ആശംസകളും. CCV ന്യൂസ് തിരുവല്ലോമല. ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര.